നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ പിഴിഞ്ഞ് കൊള്ളലാഭം കൊയ്യുകയാണ് വിമാന കമ്പനികൾ. നാട്ടിലെത്തിയവർക്ക് അടിയന്തരമായി ഗൾഫിലേക്ക് മടങ്ങണമെങ്കിൽ തീവിലയാണ് ടിക്കറ്റിന് മുടക്കേണ്ടി വരിക. അതോടൊപ്പം മധ്യവേനൽ അവധിക്ക് നാട്ടിലേക്ക് പോയ പ്രവാസി കുടുംബങ്ങളുടെ മടങ്ങിവരവ് തുടരുന്ന ഈ അവസരവും മാക്സിമം വിമാന കമ്പനികൾ മുതലെടുക്കുന്നുണ്ട്. ഇനി അഥവാ നേരിട്ടുള്ള ടിക്കറ്റുകൾ എത്ര പണം നൽകിയാലും ലഭിക്കാനില്ലെന്ന സ്ഥിതിയുമുണ്ട്. വൻതുക നൽകിയാലും കണക്ഷൻ ഫ്ലൈറ്റുകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ യാത്ര ആസൂത്രണം ചെയ്ത് ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമാണ് ഇപ്പോൾ യാത്രാ നിരക്കിൽ അല്പം ആശ്വാസമുള്ളത്. സ്കൂളുകൾ തുറന്നതോടെ UAE-യിലേക്കുള്ള പ്രവാസി കുടുംബങ്ങളുടെ ഒഴുക്കും തുടരുകയാണ്. അധികം പേരും തിരികെ യാത്രയ്ക്ക് ടിക്കറ്റ് മാസങ്ങൾക്ക് മുൻപേ എടുത്തിരുന്നതിനാൽ നേരിയ ആശ്വാസമുണ്ട്. എങ്കിലും ഒരാൾക്ക് 20,000 രൂപയ്ക്ക് താഴേക്ക് ടിക്കറ്റുകൾ ലഭിച്ചിരുന്നില്ല. കൊച്ചിയിൽ നിന്ന് ഈ ആഴ്ചയിൽ 30,000 രൂപ മുതൽ മുകളിലേക്കുള്ള ടിക്കറ്റുകളേ ഉള്ളൂ. സെപ്റ്റംബർ അവസാന ആഴ്ച വരെ ഇതേ ടിക്കറ്റ് നിരക്ക് തന്നെ തുടരുമെന്നാണ് യാത്രക്കാരുടെ തിരക്ക് സൂചിപ്പിക്കുന്നത്. വൻ നിരക്ക് മൂലം ആയിരക്കണക്കിന് പ്രവാസികൾക്ക് വേനലവധിക്ക് നാട്ടിൽ പോകാനും സാധിക്കാറില്ല. മുൻകൂട്ടി ടിക്കറ്റ് എടുക്കുമ്പോൾ പോലും വേനലവധിയുടെ തിരക്ക് മുൻകൂട്ടി കണ്ട് ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കുന്നതാണ് വിമാന കമ്പനികളുടെ രീതി. അടിയന്തര യാത്ര ചെയ്യേണ്ടി വരുന്നവർക്ക് ഇതിന്റെ 2-3 ഇരട്ടി നിരക്ക് നൽകേണ്ടിയും വരും. ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഓരോ അവധിക്കാലത്തും വിവിധ രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് എത്തുന്നതും തിരികെ മടങ്ങുന്നതും. അതിനാൽ തന്നെ ഗൾഫ് സെക്ടറിൽ നിന്നുള്ള കമ്പനികൾ ഇന്ത്യയിലെ മറ്റ് എയർപോർട്ടുകളെ അപേക്ഷിച്ച് കേരളത്തേക്ക് മാത്രമായി വൻ തുക ഈടാക്കുന്നത് പ്രവാസികൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നു. കോവിഡ് മഹാമാരി കാലത്ത് നാട്ടിലേക്ക് പോകാൻ കഴിയാതിരുന്നവർ ഇക്കുറി നാട്ടിലെത്തിയതിനാൽ വൻ തിരക്കിന് കാരണമായി. എല്ലാ വർഷവും മധ്യവേനലവധി വിമാന കമ്പനികളുടെ ചാകരകാലമാണ്. വേനലവധിയും കോവിഡിന് ശേഷമുള്ള യാത്രയുമെല്ലാം പ്രവാസികളെ പരമാവധി ചൂഷണം ചെയ്യാനുള്ള അവസരമായാണ് വിമാന കമ്പനികൾ എടുത്തിട്ടുള്ളത്. ഒരു ന്യായീകരണവുമില്ലാത്ത ടിക്കറ്റ് നിരക്ക് വർധനവിനെതിരെ ഒരു നടപടിയും വേണ്ടപ്പെട്ട അധികൃതർ കൈക്കൊണ്ടിട്ടുമില്ല. അവധിക്കാലങ്ങളിൽ അനിയന്ത്രിതമായ ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നത് ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നത് പ്രവാസികളുടെ ഏറെ നാളായുള്ള ആവശ്യമാണ്. ഒരിക്കൽ പോലും ഇതിൽ അനുകൂല സമീപനം അധികാരികളിൽ നിന്നും ഉണ്ടാവാത്തത് കടുത്ത പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.